ഹലോ ഹലോ. ഓ എന്താ പറ്റി? ഈ ചോദ്യം പ്രതീക്ഷിച്ചേ. ഈ ചോദ്യത്തിനുള്ള സാധനമാണ് ഈ ഉത്തരം. ചോദ്യം പ്രതീക്ഷിച്ചാൽ ഇവിടെ ഇങ്ങനെ വന്നേക്കുന്നത് തന്നെ. ഞാൻ ഇവളും കൂടെ എന്റെ BP ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇന്നലെ രാത്രി അങ്ങോട്ട് സ്കൂട്ടറിൽ അങ്ങോട്ട് പോയി. സ്കൂട്ടർ ചെറുതായിട്ടൊന്ന് ചരിഞ്ഞു വീണു. അപ്പോഴേ ആൾക്കാർ ഓടിക്കൂടി. ഞാനാണ് ഈ മുകളിൽ ഇവൾ അടിയിൽ എന്നെ വലിച്ചെടുത്ത് മാറ്റിയിട്ട് എവിടെയും പൊക്കിയെടുത്തോട്ട് ആശുപത്രിയിൽ പോയിരിക്കുന്ന എല്ലാവരും കൂടെ. ഞാൻ അവിടെ മെഴുങ്ങസിയാന്ന് പറഞ്ഞ് നിൽക്കുന്നു. രണ്ടുപേരുടെയും കൈ ചെറുതായിട്ടൊന്ന് ഉരഞ്ഞ്. ഞാൻ അവിടെ ഇങ്ങനെ എന്നിട്ട് അവസാനം തൊട്ടടുത്തൊരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കാണിച്ചു. അവരിച്ചിരി മരുന്നും തൂത്തു വന്നു. ഒരു പ്ലാസ്റ്റർ ഇങ്ങനെ ഒട്ടിച്ചു വന്നു. ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അല്ല ഇവിടെയാണല്ലോ. ഇതാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് കൊണ്ടുപോയത്. അവിടെ ചെന്നപ്പോ എവള് പറഞ്ഞു ഇൻഷുറൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനൊന്നും അല്ലായിരുന്നു. മുഖം മാത്രമേ കാണത്തുള്ളായിരുന്നു. മൊത്തം ഞാൻ അടിച്ചടിച്ച് വരുവാ. അല്ല ആക്സിഡന്റ് കൂടുതൽ ഇവിടെയാണ്. എന്ന് തോന്നും. ഇതിനകത്തൊന്നും ഇല്ലെന്ന്. ഇത് കണ്ടോ, ഇൻഷുറൻസ് കിട്ടുമെന്ന് പറഞ്ഞപ്പോ ഇത് ആരാണ്? ഇത് കണ്ട കൈ കാണിച്ചോടി, കൈ കാണിച്ചു. ചെറിയുള്ള സാധനം ഇതിന്. നീ നേരെ നടന്ന് വല്ല കുഴപ്പമുണ്ടോ? അതില്ല, കെട്ടില്ലാത്തോണ്ടാ. ഇവിടെ ഇത്രേ ഉള്ളു. എനിക്ക് അവിടെ ചെന്നപ്പോ സത്യം പറഞ്ഞ ഒരു ഗുളിക പോലും തന്നില്ലെന്ന്. ഇത്രേ ഉള്ളു. അയ്യോ, ഒരു കാര്യം മറന്നുപോയി. ഡോക്ടർ എനിക്ക് വേദനക്കുള്ള ഗുളിക തന്നിട്ടുണ്ടായിരുന്നു. അത് മേടിച്ചില്ല. ചീട്ട് എന്തെങ്കിലും മേടിച്ചു. ഞാൻ വാങ്ങിച്ചോണ്ട് വന്നാ മതിയല്ലോ. കുഴപ്പമില്ല, ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. അല്ല, വണ്ടിയുടെ താക്കോലും ഉണ്ടോ? വേണ്ട, ഞാനേ ബസ്സിൽ പോവാ. ബസ്സിൽ എന്തിനാ ബസ്സിൽ പോണ? വണ്ടിയിൽ പോയാ പോരെ ചേട്ടാ. എടി, ബസ്സിൽ പോകുന്നതാണ് സേഫ്. അങ്ങനെയാണെങ്കിൽ പ്രൈവറ്റ് ബസ്സിൽ പോയാൽ മതി. പ്രൈവറ്റ് ബസ്സിൽ പോയാ അല്ലാതെ നിങ്ങൾ എങ്ങനെ KSRTC ലോക്കൽ സർവീസിൽ കയറിയെന്ന് ഞാൻ അറിഞ്ഞ. ഇവിടെ മറ്റു കുട്ടികളെ കല്യാണം ഓടിക്കും ഞാൻ. താക്കോലിടും. ഇതാണ് സേഫ്. ഇപ്പൊ തന്നെ പോണോ? വൈകുന്നേരം കാണാൻ പോയാ പോരാ? എന്നാ എപ്പോഴേലും പോ. അതെ, നീ വന്ന് എന്താ രാത്രി മൊത്തം എന്നാ അവിടെ ആയിരുന്നു. നേരം വെളുത്തി ഇങ്ങോട്ട് വന്നേ ഉള്ളു. സാധാരണ നേരം വെളുക്കുമ്പോ എനിക്ക് സംഭവം കിട്ടാറുണ്ട്. അങ്ങനെ കിട്ടാറുള്ളതൊന്നും കിട്ടിയില്ല. അതല്ല പിന്നെന്തൊന്നാണ് ചേട്ടാ? പല്ലിച്ചില്ലല്ലേ? ബ്രഷ് മേടിച്ച് ഞാൻ എടുത്തോണ്ട് വരാൻ. നിങ്ങൾക്ക് എന്താന്ന് നിങ്ങൾ കാര്യം എന്റെ റൂട്ടിലേക്ക് വരുന്നത് ഈ മനഃപൂർവ്വം മനസ്സിലായി. എന്റെ റൂട്ടിലേക്ക് വരത്തില്ല നീ. മനസ്സിലായി? എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഈ ടീച്ചറ് ഇളക്കം കൂടുതലും മനസ്സിലാവുന്നുണ്ട്. ഇളക്കം കൂടുതലെന്ന് പറയാൻ കാരണം നിങ്ങൾ എന്തിനായാലും ഒക്കെ ജനലിൽ കൂടെ ഒളിഞ്ഞിട്ട് നോക്കാൻ പോയത്? അയൽവക്കത്ത് ജനലിൽ കൂടെ ഒളിഞ്ഞു നോക്കിയോ? ഞാനോ? അല്ല, ഞാൻ. നീയായിരുന്നു. പിന്നെ എന്റെ വെക്കിട്ട് കയറുന്നത് എന്നെ തോന്നിയ പൊട്ടിച്ചു കളഞ്ഞ. അതെന്താന്നറിയോ? ഈ അയലത്തെ ജനലിലൂടെ ഒളിഞ്ഞു നോക്കുമ്പോഴുള്ള വീട്ടിൽ ഇരിക്കുന്ന പെണ്ണിന്റെ സൗന്ദര്യം അറിയുന്നത്. അങ്ങനെ ഒരു ചൊല്ലുണ്ട്. നിന്നോട് ആരാ പറഞ്ഞത്? അപ്പുറത്ത് ആ ഭദ്രൻ ചേട്ടൻ എന്നോട് വന്നിട്ട് പറഞ്ഞില്ല ഇയാളെന്ത് 24 മണിക്കൂർ എന്റെ കൂടെ വന്നിട്ട് നോക്കിയിരിക്കണേന്ന്. ഭദ്രൻ നിന്നോട് അങ്ങനെ പറഞ്ഞു? അപ്പൊ 24 മണിക്കൂർ അവൻ ഇങ്ങോട്ട് നോക്കിയിരുന്നിട്ടായിരിക്കണമല്ലോ ഞാൻ അങ്ങോട്ട് നോക്കുന്നത് അവൻ കണ്ടത്. അപ്പൊ ആ 24 മണിക്കൂർ അവൻ ഇങ്ങോട്ട് എന്തിനാടി നോക്കിയിരുന്നത്? അവൻ എന്നെയല്ലല്ലോ അങ്ങനെ നോക്കി. അപ്പൊ നിന്നെ നോക്കിക്കൊണ്ടിരുന്നത്. നിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് 24 മണിക്കൂർ അവൻ. ഇല്ലാത്ത പറഞ്ഞപ്പോ വിഷം വന്നുണ്ടോ? അപ്പൊ ഇല്ലാത്ത പറഞ്ഞപ്പോ എനിക്ക് വിഷമം വരത്തില്ലയോ? അപ്പൊ മേലാൽ ഇമാതിരി വർത്താനം പറഞ്ഞ ചവിട്ടിയെടുത്ത് ഞാൻ പുറത്ത് കളയും. മേലാൽ ഇമാതിരി ആവശ്യമായിട്ട് വർത്താനം പറഞ്ഞാൽ ചവിട്ടിയെടുത്ത് ഞാൻ പുറത്ത് കളയുന്നു. അതൊന്നും കാണണമല്ല. എന്താന്ന് ചവിട്ടിയെടുത്ത് പുറത്തിട്ടെറിഞ്ഞ പിന്നെ എന്റെ കൂട്ടുകാരൊക്കെ ചോദിക്കാൻ തുടങ്ങി വിശേഷമൊന്നുമില്ലോ. ഇനി പോണം വരുന്നു. വിഷു, സംക്രാന്തി, നസീർ. അതൊരു ഫ്ലോയിലും വന്നു പോയത്. അല്ല, അവർക്ക് ട്രീറ്റ് കൊടുക്കണ്ടേ? കൊടുക്കാവല്ലോ. മിനിയായിരിക്കും. ഏത് നേരം വിളിച്ചോണ്ടിരിക്കും. ഭയങ്കര കഷ്ടമാണ് ഇവളെ കൊണ്ട്. എന്റെ കൂടെ +2 പഠിച്ചാണ്. മലയാളം മീഡിയം അല്ലല്ലോ പഠിച്ച, ഇംഗ്ലീഷ് മീഡിയം അല്ലേ. മലയാളത്തിന്റെ ABCD അറിയാൻ പാടില്ല. എന്നോട് ഇന്നലെ വിളിച്ചിട്ട് എന്താ വെച്ചാ കണക്കിന് എത്ര കായുണ്ട്, കൊച്ചിച്ചന് എത്ര ചായ ഉണ്ട്. ഇതിപ്പോ കാലത്ത് വിളിച്ചിട്ടേക്കണേ താല്പര്യത്തിന് എത്ര പായുണ്ടെന്ന്. താല്പര്യം ഉണ്ടെങ്കിൽ പാ പോലും വേണ്ടല്ലോ. എന്ത് തോന്നി അത്തരം വർത്താനം പറയണ? നിങ്ങൾക്ക് അല്ലേലും ഇപ്പൊ ഇത്തിരി താല്പര്യമൊക്കെ കൂടുതലാണ്. എന്നെ പൊട്ടിയാക്കാന്ന് വിചാരിക്കണ്ട ചേട്ടാ. ഞാൻ സൈക്കിളിന് ഒരു പരിധിയുണ്ട്. ഞാൻ കാണുന്നുണ്ട് എന്നോ സുജാത വിളിക്കുമ്പോ ഓടിച്ചെന്ന് ഫോൺ എടുക്കണ്, ചോടണം, മിണ്ടണ്. ആ മൂലൊക്കെ ഇവിടെ വന്നിട്ട് നിങ്ങൾ വീഡിയോ കോൾ എടുത്തിട്ട് പറയടി പിടിക്കണേ എന്താ കൊഞ്ചലും കൊഴി ഉമ്മോടക്കണേക്ക് ഞാൻ കണ്ട്. നിങ്ങളുടെ ഫോണിൽ സുജാത വിളിക്കണ ഞാൻ കാണുന്നത്. ഇങ്ങനെ ചതിക്കാൻ പറഞ്ഞു വെച്ചിട്ട് എന്നെ എന്നും പൊട്ടിയാക്കാൻ നിങ്ങൾ വിചാരിക്കും.
ദീപ്തി, എന്നെ തൊടലെന്ന് പറഞ്ഞില്ലേ? അതെ, ഈ ഫോൺ ചെയ്യുന്ന സുനിത എന്റെ ആരാ? നിങ്ങളുടെ ഭാര്യ. നീ എന്റെ ആരാ? നിങ്ങളുടെ കാലൊടിഞ്ഞപ്പോ നോക്കാൻ ചേച്ചി കൊണ്ടു നിർത്തിയ സ്ത്രീ. അപ്പൊ ആ വ്യത്യാസം കാണത്തില്ലേ? അവള് ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നുണ്ട്, അതുകൊണ്ടല്ലേ നമ്മൾ 3 നേരം കഴിക്കുന്നത്. അപ്പൊ അവളുടെ ഫോൺ നമ്മൾ എടുക്കണ്ടേ? അപ്പൊ അവളെ കുറ്റം കോള് വരുന്നു. എന്റെ അമ്മോ, സുനിത. എന്നെ 1 മാസം ഒന്നും എടുത്തിട്ട് ഇപ്പൊ മാസം 3 എടുക്കണം. ഞാൻ എടുക്കണം അത് മതി. എന്റെ ദൈവമേ, എന്തോ ചെയ്യും? ഹലോ സതീഷേട്ടാ, എവിടെയാ? ഞാൻ വീട്ടിലുണ്ട് മോളെ, വീട്ടിലുണ്ട്. എങ്ങനെയുണ്ട് കാലിപ്പോ? ആരുടെ കാല്? എന്ത് കാല് പ്ലാസ്റ്റർ ഇട്ടിരിക്കുക. 3 മാസോ? 1 മാസം മതി എന്നല്ലേ അന്ന് പറഞ്ഞത്? ഒരു ഡോക്ടർ പറഞ്ഞു. ഏത് ഡോക്ടർ പറഞ്ഞേ? ഡോക്ടർ ഫ്ലെമിംഗ്. എന്ത്? നിനക്ക് ഏതൊക്കെ ഡോക്ടറെ അറിയാം? ആ പെൺകുട്ടി പോയായിരുന്നു അപ്പോ? വന്ന ഒരാഴ്ച കഴിഞ്ഞപ്പോ തന്നെ ഞാൻ പറഞ്ഞു, എന്ത് പറ്റി? കൊള്ളത്തില്ല അവളെ, അഴിക്കപ്പെണ്ണ്. വീഡിയോ കോൾ തന്നെ. എന്താ ഒന്ന് വീഡിയോ കോൾ ചെയ്ത് സതീഷേട്ടാ. വീടൊക്കെ ഒന്ന് ചുറ്റി കാണിച്ചേ. എന്തോ നമ്മുടെ വീടൊക്കെ ഒന്ന് ചുറ്റി കാണിക്കാൻ എത്ര നാളുണ്ട്. ഇതെന്തേ കാലിട്ട് കൊടുക്കണേ? കാലിട്ട് കൊടുക്കാതെ നമ്മുടെ വീടൊക്കെ ഒന്ന് കാണിക്കാൻ. കാണിക്കാം. കണ്ട എന്തായി കാണിക്കണേ? നമ്മുടെ വീടൊക്കെ ചുറ്റിക്കാണ്, കണ്ടില്ലേ? നമ്മുടെ കണ്ടേ കസേര ഇവിടെ മാറ്റിയിട്ടോ? മാറ്റിയിട്ട് ആ സതീഷേട്ടാ, ഫ്രണ്ട് ക്യാമറ ഒന്ന് ഓണാക്കി. ഫ്രണ്ട് ക്യാമറ ഒന്ന് ഓണാക്കാൻ. ഫ്രണ്ട് ക്യാം കണ്ട. നമ്മുടെ ബെഡ്റൂം കാണിക്കണോ? വേണ്ട വൃത്തിയാക്കി വെച്ചാൽ മതിയല്ലോ. ഓക്കെ. വരുമ്പോ അതുപോലെ തന്നെ കാണണം. ആ ശരി മരുന്ന് കഴിക്കണം കേട്ടോ. ഓക്കെ. ബൈ. അമ്മ, എന്ത് പെണ്ണുപിള്ളേത് കൊടുക്കത്തെ സംശയമാണ്. നിങ്ങൾ എങ്ങനെയാണ് കൂടി പൊറുക്കുന്നത്? ദൈവമേ, മക്കളും വിഷമിച്ചു പോയി. വെറുതെ നീ ഒരു ചായ എടുത്തുണ്ടോ? ചായേ? എന്റെ ഉയരെല്ലാം പോയി. ചായ കൊണ്ടുവരാ. ഇങ്ങനെ 10 കോള് വന്നാ മതി, പരലോകത്തേക്ക് പോകും. അതെന്താ പരിപാടി? ഞാൻ വെച്ചേക്കണെന്ന് പറഞ്ഞിട്ട് ഞാനൊന്നും കഴിച്ചു. ഇവിടെ ഒന്നും വെച്ചില്ലെന്ന്. ഇവിടെ ഒന്നും വെച്ചില്ലേ? ഇല്ല. അളിയ ഇവിടെ ഒരു പെങ്കൊച്ചുണ്ടായിരുന്നല്ലോ. അത് നേരത്തെ, ഇപ്പോഴല്ലല്ലോ. 2 മാസം മുമ്പേ പറഞ്ഞു വിട്ടായിരുന്നു. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോ അഴിക്കപ്പെടണം, ശരിയാവത്തില്ല. ഞാൻ പറഞ്ഞു വിട്ടായിരുന്നു. അതെങ്ങനെ ശരിയാവും? എന്താ? ഞാൻ അവിടെ നിന്ന് ഓട്ടോ വിളിച്ച് ഇങ്ങോട്ട് വന്നപ്പോഴേ ഇവിടെ ഒരു പെങ്കൊച്ച് ഇങ്ങനെ അകത്തോട്ട് കയറി പോണണ്ടല്ലോ. അളിയാൻ ഓട്ടോയ്ക്ക് വന്നപ്പോ ഇവിടുന്ന് ഒരു പെങ്കൊച്ച് അങ്ങോട്ട് കയറി പോന്ന കണ്ടെന്ന്? ഞാൻ കണ്ടളിയാ. ഇവിടുന്ന് കയറി പോകുന്നത് അളിയൻ കണ്ടുന്ന്? എന്റെ പൊന്നളിയ, ഇവിടുന്ന് ഒരു പെങ്കൊച്ച് അകത്തോട്ട് കയറി പോണ ഞാൻ കണ്ടെന്ന്. ശരിയാണോ? എന്റെ പൊന്നെ, ഞാൻ കണ്ടു. സുകുമാരാ, സുകുമാരനല്ല അളിയ, അങ്ങനെ കണ്ടു എന്ന് പറഞ്ഞാൽ അത് ശരിയായിരിക്കും. അതല്ലേ ഞാനും പറഞ്ഞത്. അല്ല, പിന്നെ ഇവിടെ പലരും എന്നോട് പറഞ്ഞു, അളിയ ഇവിടെ നേരത്തെ താമസിച്ചിരുന്ന മാഷും കുടുംബമില്ലേ, ആ ഭാര്യ തൂങ്ങി മരിച്ചില്ലേ? എന്റെ സുഹൃത്തുക്കൾ പറഞ്ഞു അളിയ ഇങ്ങനൊരു പ്രശ്നമുണ്ട്, പലയിടത്തും കാണുന്നുണ്ട്. ആയിരത്തേര് പറഞ്ഞു. ഞാൻ വിശ്വസിച്ചില്ല. പക്ഷെ ഇപ്പൊ അളിയൻ ഇവിടെ അങ്ങോട്ട് കയറി പോകുന്നതാണ് കണ്ടത്. എന്റെ പൊന്നളിയ, ഇവിടുന്ന് അങ്ങോട്ട് കയറി പോണം ഞാൻ കണ്ടു. ഞാൻ അപ്പൊ അളിയൻ അവിടെ അത് കറക്റ്റ് ആയിരിക്കും. അതെന്താ അങ്ങനെ പറയാ? അപ്പൊ ആ സ്ത്രീ ഇവിടെ ഉണ്ട്, അത് യക്ഷിയാണ്. ഈ ചുമ്മാ അത് പറയരുത്. അല്ലളിയാ, എന്താ ചിലർക്ക് ഇത് കാണാൻ പറ്റും. ഞാൻ ഔട്ടോ ഉത്രാടം ജസ്റ്റ് മിസ്. ഒരു വ്യത്യാസം ഉണ്ടല്ലോ, ഉത്രാടത്തിന് കാണാൻ പറ്റത്തില്ല. ഉറപ്പാണെന്ന്. അതുകൊണ്ട് അതെ, അളിയൻ ഇവിടെ ഉണ്ട്, ഇങ്ങോട്ട് വരല്ലേ? അങ്ങനെ ഉപദ്രവിക്കാൻ യക്ഷി വരല്ലേ എന്ന്. ഉപദ്രവിക്കൊക്കെ ചെയ്യും. ലക്ഷ്യമില്ലാത്ത യക്ഷി. ഉപദ്രവം തുടങ്ങി. എന്തുകൊണ്ടാ ഉപദ്രവം തുടങ്ങിയത്? അളിയന്റെ നാളൊക്കെ മനസ്സിലായി. അളിയൻ ഇതൊന്നും കാണാനും പറ്റുന്നില്ല. അളിയൻ ഒരു കുഴപ്പമില്ല. ഞാൻ 2 അടിച്ചിട്ട് കിടന്ന് ബോധമില്ല കിടന്ന് ഉറങ്ങുമല്ലോ. 2 അടിച്ച കുഴപ്പമില്ല. അപ്പൊ 2 എനിക്ക് അത് തീർന്നു. ഞാൻ ഇന്ന് കുപ്പി കുടിച്ച് തീർന്നില്ല. അപ്പൊ 2 അടിക്കാൻ എന്താ ഒരു വഴി? കാര്യം ചെയ്യും, അളിയൻ പിടിക്കുക 2 മാച്ചോണ്ട് പോയിട്ടോ. എന്നെ ഒറ്റയ്ക്ക് പോവല്ലേ? അത് ശരിയാകുന്നില്ല, പൊളിഞ്ഞു പോയി. നാളെന്ന് പറഞ്ഞിട്ട് ടെൻഷൻ. ഇതിപ്പോ എന്തോ ചെയ്യും എന്താണെന്നറിയാവോ? പേടിച്ച് ഒരു ചായ കുടിക്കാൻ അങ്ങനെ നല്ല സമയത്ത് തന്നെ ഇപ്പൊ ഞാൻ വിചാരിച്ചുള്ളൂ ഒരു ചായ കുടിക്കണമെന്ന്. താങ്ക് യു താങ്ക് യു കേട്ടോ. അച്ഛൻ, നമ്മളെ ഒരു ചായ കുടിക്കണമെന്ന് വിചാരിക്കുമ്പോ നമ്മളത് കുടിക്കണം. നേരത്തെ ഞാൻ ഇവിടെ വെച്ച് കണ്ടെന്ന് പറഞ്ഞില്ലേ? അവൾ ഇപ്പൊ ഇവിടെ വന്നിട്ട് പോയാ എവിടെ? ഇപ്പൊ ഇവിടെ ചായ കൊണ്ടുവന്നാ കണ്ട?
എനിക്ക് വേണ്ട. അയ്യോ അളിയാ, ഉണ്ട് എനിക്കിപ്പോ വിശ്വാസമായി. അളിയാ, ഓ ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ അതുണ്ട്. ചേച്ചി എവിടെ? ചേച്ചി കളിയാ എവിടെ അളിയാ? കപ്പെടുത്തോണ്ട് പോണളിയാ. എവിടെ? അതുകൊണ്ട് അങ്ങോട്ട് നോക്ക്. ശരി, ഒരു കപ്പ് പോകുന്നുണ്ട്. കപ്പല്ല, ഒരാളും കൂടെ ഉണ്ട്, അങ്ങോട്ട് നോക്ക്. അളിയാ, ഈ എന്റെ കണ്ണി കണ്ട യക്ഷിയെ രണ്ടാറ്റി വലിച്ചു കയറി ഞാൻ അടുപ്പിനകത്ത് വെച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകത്തുള്ളൂ. മനസ്സിലായ? അല്ലെങ്കിൽ ഞാൻ പെങ്ങൾ എന്നെ എന്നെ കൊലക്ക് കൊടുക്കാനുള്ള പരിപാടി ആയിരുന്നല്ലേ? നീ എന്നെ കൊലക്ക് കൊടുത്തത്. യക്ഷിയൊന്ന് നിന്നേ. യക്ഷിയാറ്റി വന്ന യക്ഷിയാറ്റി തന്നെ നിൽക്കണം, അല്ലാതെ വീട്ടുകാരത്തിയായിട്ട് കയറി അങ്ങ് നിൽക്കരുത്. ഈ പരിസരത്തെങ്ങാൻ ഇനി മേലെ കണ്ട മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. എന്റെ പൊന്നു കൂടപ്പുറപ്പേ, ചോറ്റാനിക്ക് അമ്മ സത്യം, ഞാൻ ഇനി ഈ ഏരിയ വരൂല. ഈ യക്ഷി നമ്മളെ പള്ളുരുത്തി ഭാഗത്തുള്ളതാണ്. എങ്ങനെ പിടികിട്ടി? ആ ചോറ്റാനിക്കര അമ്മയിൽ ഞാൻ ഇനി പോകും. പൊന്നളിയ യക്ഷി കോപ്പെന്നൊക്കെ പറഞ്ഞോണ്ട് പിന്നെ ഞാൻ ഒന്നും ചെയ്യാത്ത എന്താണെന്നറിയാവോ? ചെയ്തോണ്ടിരിക്കുകയാണല്ലോ. വിരളിയാറ്റി കൊന്നോളാം ഞാൻ. എടാ, നീ എന്റെ അളിയനായിപ്പോയി, എന്റെ പെങ്ങളെ ഭർത്താവ്. മനസ്സിലായ? എന്റെ ടിക്കറ്റും കാര്യങ്ങളും എല്ലാം വിസ എല്ലാം അയച്ചിട്ടുണ്ട് പെങ്ങള്. പിന്നെ ഞാൻ എയർപോർട്ടിൽ കൊണ്ടാക്കിയിട്ടേ ഞാൻ പോകത്തുള്ളൂ. ഡ്രസ് ചെയ്ത് പോ ചെല്ല്. പോയേ പറ്റുമല്ലേ? ഓ, എന്നാ അളിയന് ഒരു മാനോട്ടെ എല്ലാം കൊണ്ട് ഒപ്പിച്ച് വെച്ചിട്ട് യക്ഷി പ്രേതം, അതും ഈ 2026 അതും എന്നോട് പേടിപ്പിക്കാനേ. ഞാനല്ലേ പേടിപ്പിക്കുന്നത്. ചേട്ടാ, ചായ. താങ്ക് യു.